ഈ ട്രൂ കോളർ അത്ര സേഫ് അല്ല എന്നാണ് പല ആളുകളുടെയും അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ ട്രൂ കോളറിന്റെ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് മറ്റൊരു രൂപത്തിൽ ലഭിച്ചാലോ? അതായത് വിളിക്കുന്ന ആളുടെ പേര്, അതുപോലെ തന്നെ ലൊക്കേഷൻ, അദ്ദേഹം ഏത് സിമ്മാണ് ഉപയോഗിക്കുന്നത്, മറ്റുള്ള എല്ലാ ഡീറ്റെയിൽസുകളും ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യരുത്. പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടാതിരിക്കില്ല. വീഡിയോയിലൂടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനുള്ള ഡയറക്റ്റ് ലിങ്ക് ഫാറ്റാടെക്കിന്റെ യൂട്യൂബ് ചാനലിൽ ഇതേ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഗൂഗിൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. IND ന്യൂസ് ഫോക്കസ് എന്നാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. സ്മോൾ ലെറ്ററിൽ സ്പേസ് ഇടാതെ ഇതുപോലെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സൈറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മുകളിലുള്ള ആ സൈറ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഏറ്റവും മുകളിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഒരൊറ്റ ക്ലിക്കിൽ വിളിക്കുന്ന ആളുടെ പേരും ലൊക്കേഷനും ഡീറ്റെയിൽസും ലഭിക്കും എന്ന ആ ഒരു തമ്പനയിൽ കാണാം. ഇവിടെ റീഡ് മോർ എന്ന് ഓറഞ്ച് കളറിൽ തൊട്ട് താഴെ കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വരിക. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു സ്റ്റാർട്ട് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് തമ്പനയിൽ കാണുന്നില്ല എങ്കിൽ ഏറ്റവും മുകളിൽ വരിക. ഈ സൈറ്റിൻ്റെ ഏറ്റവും മുകളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് 3 ലൈൻസ് ഇടതുവശത്ത് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. കോളർ ID എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, കോളർ ID എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ആ തമ്പനയിൽ നിങ്ങൾ കാണാൻ സാധിക്കും. ആ തമ്പനയിൽ തൊട്ട് താഴെ ഓറഞ്ച് കളറിൽ റീഡ് മോർ എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ കാണിച്ച അതേ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇതൊരു ടെലഗ്രാം ബോട്ടിലേക്കാണ് പോവുക. ഓക്കെ, ടെലഗ്രാമിൽ ഇങ്ങനെ ഒരുപാട് സൈറ്റ് ഉണ്ട്. പക്ഷേ ഈ ഒരു സൈറ്റ് നിങ്ങൾക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഡയറക്റ്റ് നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് പരിചയപ്പെടുത്തിയത്. ഓക്കെ, ടെലഗ്രാം നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ ഡയറക്റ്റ് ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ടെലഗ്രാം ബോട്ടിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതിനുശേഷം മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന ഈ ഭാഗമുണ്ടല്ലോ, അവിടെ ഏത് നമ്പറിൻ്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് എടുക്കേണ്ടത് ആ നമ്പർ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു നമ്പർ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് സെൻഡ് കൊടുക്കുകയാണ്. സെൻഡ് കൊടുക്കുമ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഈ ബോട്ട് ഉപയോഗിക്കുമ്പോൾ ഇതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ടതായിട്ടുള്ള ഓപ്ഷനാണ് കാണിക്കുക. ഇവിടെ ജോയിൻ ഹിയർ എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. പെട്ടെന്ന് തന്നെ ജോയിൻ ആകുകയും ചെയ്യും. ജോയിൻ ഹിയർ എന്ന ഭാഗത്ത് ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതാ കണ്ടോ, ഇവിടെ ജോയിൻ എന്ന ഭാഗം വന്നിട്ടുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ഇവിടെ ജോയിൻ ആയിട്ട് മാറും. ഓക്കെ, എന്നിട്ട് മ്യൂട്ട് എന്ന ഭാഗം ഒന്ന് സെലക്ട് ചെയ്യേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നാൽ മതി. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ ജോയിൻ ആയിട്ടുണ്ടാകും. എന്നിട്ട് നിങ്ങൾക്ക് ഏത് നമ്പറിൻ്റെ ഡീറ്റെയിൽസ് ആണ് എടുക്കേണ്ടത് ആ നമ്പർ വീണ്ടും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ അതേ നമ്പർ തന്നെ ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാ ഇവിടെ ലോങ് പ്രസ് ചെയ്തു, ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്ത് കൊടുത്തു, സെൻഡ് കൊടുക്കുകയാണ്. സെൻഡ് കൊടുത്ത ഉടനെ തന്നെ കണ്ടോ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഈ വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ള പേരെന്താണ്, ഇത് ഏത് ലൊക്കേഷനാണ് ഉള്ളത്, അതുപോലെ തന്നെ ഇദ്ദേഹം ഏത് സിമ്മാണ് ഉപയോഗിക്കുന്നത്, ഇനി ട്രൂ കോളറിൽ ഏത് പേരാണ് കൊടുത്തിട്ടുള്ളത് അത് താഴെ വേറെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേര് മുകളിലും കാണാൻ സാധിക്കും. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ ഒരു നമ്പർ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.